inside. Go inside. മാങ്ക പോണാലും പറവാല, നീ കീഴ വീഴக்கூடாது. ക്ഷീണിച്ചവനെ மேய்ஞ்சிட்டு வந்தால் ஓட்டாண்டு வந்து போய் கட்டுவோம். ஓ, ஓட்டாண்டு வந்து போய் மேய்ஞ்சிட்டு தண்ணி குடிச்சிட்டு வரோம். എനിക്ക് തോന്നുന്നു നമ്മൾ ഈ നാട്ടിൽ നമ്മൾ വളർത്തുന്ന ചെടിയേക്കാളും വളരെ മനോഹരമായിട്ടാണ് ഈ കാടുകളിൽ ചെടി പൂക്കുന്നത്. അതിൻ്റെ വലിയൊരു ഉദാഹരണം ഞാൻ കാണിച്ചത്. അതിനാരും വെള്ളം ഒഴിക്കുന്നില്ല. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്നല്ലാതെ ഒരു പ്രയോജനമില്ല. ഇത് ആരും അതിന് വെള്ളം ഒഴിക്കുന്നില്ല. അങ്ങനെ ആ കാട്ടിനകത്ത് നിന്ന് പൂക്കുന്ന ചെടി എത്ര മനോഹരമായ ചെടിയാണെന്നറിയോ. ഈ പൂ ആർക്കും പറിക്കാനും പറ്റുന്നില്ല. കാരണം ഇതിൽ നല്ല ഒന്നാന്തരം മുള്ളുണ്ട്. എന്ത് രസമാണെന്ന് നോക്കി, നല്ല പിച്ചിപ്പൂ പോലെ ഉണ്ട്. പക്ഷേ ഭയങ്കര മണം കേട്ടോ, നല്ല മണമുണ്ട് ഈ പൂവിന്. ഇത് ഭയങ്കര രസമായിട്ട് തോന്നില്ല. നമ്മൾ ഒരു വെള്ളം പോലും ഒഴിക്കാതെ തമിഴ്നാട്ടിലെ ചൂടിന് ഈ സാധനം എങ്ങനെ പൂത്ത് നിൽക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഈ മരം തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന ഒരു മരമാണ്. ഇതിൻ്റെ മുള്ള് കണ്ടോ, ഭയങ്കര മുള്ളാണ്. ഇതിൻ്റെ ഇല ആടൊക്കെ തിന്നും. ഇവർ ഈ ആടിനെ മേയ്ക്കാൻ ഇവിടെ വിടുമ്പോൾ അതിന് ഈ മുള്ളൊന്നും ഒരു പ്രശ്നമില്ല. അതിങ്ങനെ കാലെടുത്ത് വെച്ച് മേലേക്ക് കയറി നിന്നിട്ട് ഈ ഇല മൊത്തം കഴിക്കും. അപ്പോൾ ഈ പൂവിനെ കുറിച്ച് ഇത് കണ്ടപ്പം ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. നല്ല രസമല്ലേ, കണ്ട നല്ല പൂവാണ്, നല്ല ഭംഗിയുണ്ട്. ഈ പിച്ചി പോലെ ഇങ്ങനെ നിൽക്കുക. പക്ഷേ നല്ല മുള്ളും ഉണ്ട്. ഇതുണ്ടാവും, മുള്ള കൊണ്ടു കഴിഞ്ഞാൽ പണിയാവും. അതുപോലെ തന്നെ ഈ ചെടിയുണ്ടോ, ഈ പൂവ്, ഇതൊക്കെ കാട്ടി നിൽക്കുന്ന പൂവാണ്. ഇതിൻ്റെ കാ കാണാനും തന്നെ ഭയങ്കര രസമുണ്ട്, ഭയങ്കര രസമാണ്. ഇതുണ്ട് ഇതിൻ്റെ കാ നിൽക്കുന്നത്. പക്ഷേ ഈ പൂവൊന്നും നമ്മുടെ നാട്ടിൽ ഇതുവരെ വന്നില്ല. കാരണം ഇതിന് നല്ല മുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഇത് പുറത്തേക്ക് ഇതുവരെ നമ്മുടെ എല്ലാം ഈ കാട്ടിൽ നിന്ന് വന്നേക്കുന്ന സംഭവങ്ങൾ തന്നെയാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. നല്ല രസമുള്ള പൂവാണ്. കണ്ടില്ലേ, ചിലർ പറയും ഈ ചെതൽപുറ്റ് അല്ലെങ്കിൽ അത് പാമ്പും പുറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പക്ഷേ ഈ റൂട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഉള്ളിൽ ചെതൽ തിന്നാനാണോ എന്നറിയില്ല, പാമ്പ് ഇതിനകത്ത് കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അതൊരു പാമ്പും പുറ്റാകണമെന്നൊന്നുമില്ല. ഇത് ചെതൽ കഴിക്കാൻ വേണ്ടി പാമ്പ് വരുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് കണ്ടില്ല, ഇത് ശരിക്കും തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കും ഇതൊക്കെ എരിക്കും പൂവ്. ഇത് വളരെ അനുയോജ്യമായ, നമുക്ക് ഇതിൻ്റെ ഈ ഇല വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ കാലിൻ്റെ ഉപ്പൂറ്റ് വേദനയ്ക്കൊക്കെ ഇത് നമ്മൾ ഇഷ്ടിക ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ഇല വെച്ചിട്ട് നമ്മൾ കാലിൻ്റെ ഉപ്പൂറ്റ് വേദന ഉള്ളവർ അതിൽ ചവിട്ടി കഴിഞ്ഞാൽ കാലിൻ്റെ വേദന എല്ലാം മാറും. അപ്പോൾ ഇതാണ് ഈ എരിക്കും പൂവ്. എരിക്ക് കൂടുതൽ അധികമായി കണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ തന്നെയാണ്. ഒരു വെള്ളപ്പൂ കാണിച്ചില്ലേ, ആ വെള്ളപ്പൂവിൻ്റെ മഞ്ഞയാണിത് കേട്ടോ. എന്ത് രസമാണ് നോക്കിയാൽ, നല്ല പൂത്ത് നിൽക്കല്ലേ, വെള്ളപ്പൂവിൻ്റെ മഞ്ഞ. അതിങ്ങനെ പൂത്ത് പന്തലിച്ച് നിൽക്കുകയാണ്. പക്ഷെ തൊടാൻ പറ്റത്തില്ല, കാരണം അതുപോലെ മുള്ളാണ്. എങ്ങനെയുണ്ട്, നല്ല രസമല്ലേ. അതാണ് കാട്ടിലുള്ള ചെടി കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ. അതിങ്ങനെ ഒരു തേനീച്ച, ഒരു വലിയ തേനീച്ചയാണ്, അതിന്ന് തേൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പശുവിനെ മേയ്ക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പുള്ളിയോട് ചോദിക്കാം, എപ്പടി കാലയിലെ മാട എങ്കിൽ വിടുമാ? மேய்ஞ்சிட்டு வரோம், காந்தூருக்கு வரோம். சரி, தனியாக மேய்ஞ்சு அதுக்கு கவரெல்லாம் கழுத்து கட்ட வேணாம். மேய்ஞ்சிட்டு வந்தால் ஓட்டாண்டு வந்து போய் கட்டுவோம். ஓ, ஓட்டாண்டு வந்து போய் மேய்ஞ்சிட்டு தண்ணி குடிச்சிட்டு வரோம். காலையில் எத்தனை மணிக்கு விடுவது இங்கே? 10 மணிக்கு ஓட்டாடுவேன். 10 மணிக்கு விட்டுட்டு 3 மணி வரைக்கும் மேயும். 3 மணி வரைக்கும் தண்ணி குடிச்சிட்டு வீட்டுக்கு வந்துடும். ஓகே, நான் அப்படி பார்த்துக்கிட்டு எப்படி போதான்னு பார்த்துக்கிட்டு இங்கே போனால் மாடு பின்னாடி இப்படி நடக்கணுமா, எங்கே போகிறதுன்னு பார்த்து போனால் உள்ளே வராது. அதனால தான் அப்படி பார்த்துக்கினா 12 மணிக்கு வீட்டுக்கு போடுவேன். ஓ அப்படியா, சரி. 12 மணிக்கு போகும்போது மாடு தனியாக வருமா? இப்படி வரேன் வந்துதான், இப்படி வந்துச்சுன்னா அப்படி ஓட்டாடு போடுவேன். அப்படியா,
இது ஆள் நிலையாது ஆ ரொம்ப பழைய ரோடு போகிறதுக்கு. உங்கள் மாடா அதை வேறு யாராவது மாடா? இல்லை இல்லை அவங்க எல்லாம் ஆள் வரமாட்டாங்க. ஆ சரி. நான் எதுவும் வேலைக்கு போகிறதில்ல, ஆ சும்மா பார்த்துக்கிட்டு போவேன். சரி 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 சரி. ஆனால் இங்கே நிறைய தீனி எல்லாம் இருக்குல்ல, மாடு மேய்கிறதுக்கு எல்லாமே இருக்கு. எல்லாம் மேய்ஞ்சிட்டு வரும். ஆ வருவல்ல. சரி சரி நான் போகிறேன். ഓക്കെ. ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് കൊങ്ങിണിപ്പൂ എന്നൊക്കെ പറയില്ല ആ സാധനം, പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് നമ്മൾ ഓണത്തിനൊക്കെ അത്തപ്പൂവൊക്കെ ഇടാൻ പണ്ട് പറിക്കുന്ന സാധനമായിരുന്നു. ഇപ്പോൾ ഉണ്ടാകും. അപ്പോൾ ഈ കാറ്റടിച്ചപ്പോഴത്തേക്കും ഈ മാങ്ങ ഒരു കൊമ്പ് അതിൽ നിന്ന് അടന്ന് ഒടിഞ്ഞു കേട്ടോ. ഇതിൽ നല്ല മാങ്ങയുണ്ട്, പക്ഷേ ഇത് റുമാനിയ എന്ന് പറയും ഇവിടെ. എനിക്കൊന്നും നമ്മുടെ നാട്ടിൽ ഇതിന് മൂവാണ്ടൻ എന്നാണ് പറയുന്നത് തോന്നുന്നു. ഇവിടെ റുമാനിയ എന്ന് പറയും. പക്ഷേ ഇതുണ്ടോ മാങ്ങ എല്ലാം താഴെ വീണ് ഒരു പരുവായി. ഇതുണ്ട് ഒരു വലിയ കൊമ്പ് മുകളിൽ നിന്ന് ഇതിൻ്റെ ഈ മാങ്ങയുടെ വെയിറ്റ് താങ്ങാനാവാതെ ഒടിഞ്ഞു പോയി കേട്ടോ. ഇതുണ്ടോ എല്ലാം കൂടെ ഇവിടെ വന്ന് വീണ് കിടക്കുക. ഇനിയിപ്പം ഇതിന് പെറുക്കിയെടുക്കണം. വേറെ എന്നാ ചെയ്യുന്നത്? ഇവിടെയാണ് ഒരു ബാംഗ്ലൂർ മാവ് ഇവിടെ നമ്മുടെ നിൽപ്പുണ്ട്, അതിൻ്റെ മുകളിലേക്കാണ് വീണത്. അപ്പോൾ ഇത് തനിയെ വെട്ടിയെടുക്കണം. ഇതുണ്ട് അതെല്ലാം ഒടിഞ്ഞ് താഴെ കിടക്കുക. കംപ്ലീറ്റ് മാങ്ങ എന്താ ചെയ്യുക അല്ലേ? ഇത് പറിച്ചെടുക്കണം ഇപ്പോൾ. கீழே விழுமா? அப்படியே எப்படி அது ஒரு கட்டு கட்டிக்கோ, இல்லைன்னா கீழே விழுந்துடும்னு நினைக்கிறேன். மாங்காய் போனாலும் பரவாயில்ல, நீ கீழே விழக்கூடாது. ஆ ஆ அவ்வளோதான். ஆமாம். கொடுங்க. ரெண்டு கையில் பிடிக்கிற மாதிரி இருக்குல்ல? ஆமாம் சார். சரி ஓகே. கூட்டிக்கொண்டு வா, கூட்டிக்கொண்டு வா, கூட்டிக்கொண்டு இங்கொண்டு வா. Go inside, go inside, go inside, go inside. നല്ല അടിപൊളി പേരയ്ക്കാണ് കേട്ടോ. ഇപ്പം ഞാൻ ആ പേരയ്ക്ക പറിച്ചെടുക്കാൻ പോവാണ്. യാ ഇത് കണ്ടോ, സൂപ്പർ പേരയ്ക്കല്ല, നല്ല പഴമാണ്. എന്തോ നല്ല ടേസ്റ്റായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? ചൂ ചൂ. അപ്പോൾ ഇറക്ക, ഞാൻ പിടിക്കട്ടുമാ? அப்படியா? ஆமாம் சார். இறங்கிட்டோமா ஒரு ஸ்டெப்பா? ஆ ஒரு ஸ்டெப் இறங்கினா நான் பிடிச்சிடுறேன். மெதுவா. ஆ ஆ கொஞ்சம் கொடு கொடு கொடு. ஓகே. ஆமாம் ஆமாம். இறங்காமல் அந்த வீட்டு தூக்கிறேன்.